ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് കൊടൈക്കനാലിൽ നമ്മൾ ചെന്ന ദിവസത്തെ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ റൂമിൽ നിന്ന് മാറി വേറൊരു റൂമിലോട്ട് പോയിട്ടാണ്. കാരണം നമ്മളന്ന് രാത്രി നടക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എവിടെയാണ് താമസിക്കണതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ തന്നെ ഒരു ഇത് നമുക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പിള്ളേരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവർ രാവിലെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് അവർ അവിടെ പോയായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് മാറണമെന്നും പറഞ്ഞ് അവിടെ വന്നേക്കണേ കേട്ടോ. നമ്മൾ ജസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബാഗും സാധനങ്ങൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ മേലിൽ സബർജെല്ലും തോട്ടമുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 ഏക്കറൊക്കെ വരണ അത്രയും സ്ഥലത്തിലാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ പോലെ ഇരിക്കുന്നത്. ചെറിയ ഇങ്ങനെ വീടുകൾ പോലത്തെ കേട്ടോ, 2 നില വീടുകൾ പോലത്തെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സൗകര്യങ്ങളുണ്ട് കേട്ടോ. മറ്റേതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ അതേ നിറയെ പൂക്കളും സബർജിൽ 2 സൈഡിൽ ഇതുപോലെ സബർജിൽ തോട്ടങ്ങളാണ് കേട്ടോ നിറയെ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഗാർഡാണ് പറഞ്ഞു തന്നത്, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം സബർജിലും തോട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ചെറിയ വീടുകൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പിള്ളേരും ഞാനും ഒക്കെ കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. കുറച്ച് മുകളിൽ വരെ നന്നായിട്ട് കയറിപ്പോയി. സബർജില് കണ്ടോ, ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ, മൂത്തിട്ടില്ല ശരിക്കും. എന്നാലും ഒരുവിധം വലുതൊക്കെ നമ്മൾ കയ്യെത്താനോടത്തുണ്ടായതൊക്കെ പറിച്ചിട്ടാണ്. പിന്നെയുള്ളതിനിങ്ങനെ കക്കിനിങ്ങനെ മധുരയില്ല, ഒരു ചവർപ്പ് പോലത്തേതാണ്. അപ്പോൾ ഇതുപോലെ കല്ലിട്ട വഴിയുണ്ട് അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ. അതൊക്കെ കണ്ടില്ല ആ വലിയ മരങ്ങൾ, അതെല്ലാം സബർജിലാണ് കേട്ടോ. അപ്പോൾ അതേ പറിച്ചയിൽ ഒരെണ്ണമാണ് കേട്ടോ അത്. പിന്നെ കുറച്ചും കൂടെ അതിനകത്ത് ഒരു 2-3 വലുതും ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ ആവണമല്ലോ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെയുള്ള മരം ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോ ഉണ്ട് കേട്ടോ. അവക്കാഡോ നിറയെ ഉണ്ട് ഇങ്ങനെ, പക്ഷേ അതും ഇങ്ങനെ അധികം മൂത്തിട്ടില്ല, മൂക്കുന്നുള്ളൂ എല്ലാം. പിന്നെ ഉള്ളത് പ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മറ്റേ റൂമിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ എല്ലാവർക്കും. പൂവുകളും നിറയെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇറങ്ങിയടുത്തു നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറി അവിടെ ബ്രേക്ക്ഫാസ്റ്റും നമുക്കുണ്ട്, ലഞ്ചും ഉണ്ട്, ഡിന്നറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പൈസ പേ ചെയ്തിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വലിയ വ്യത്യാസമില്ല കേട്ടോ 2 റൂമുകളും തമ്മിൽ റെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ നല്ലത് പോകാമെന്നും പറഞ്ഞിട്ട് പിള്ളേരുടെ ഒരു ഇഷ്ടത്തിനാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതേ സബർജിലൊക്കെ പറിച്ചിട്ടാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കുറേ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി പോകണം കേട്ടോ. അങ്ങനെ കയറ്റാണ്, പക്ഷെ നമുക്കത് തോന്നില്ല കയറ്റാന്ന്, ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള കയറ്റാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട്, ചുറ്റും ഇങ്ങനെ കാണാനും. പിന്നെ ലൂക്കാലി മരങ്ങളും എല്ലാം നല്ല രസമാണ് കേട്ടോ. പക്ഷേ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ ചൂടങ്ങനെ അധികമില്ല. തണുപ്പും പകൽ വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സ്വെറ്ററൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി വന്നത് ഒരു ഹോളാണ് കേട്ടോ. ഹോളിൽ ഒരു സൈഡിൽ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ TV ഉണ്ട്, പിന്നെ ഡൈനിങ് ടേബിള്, പിന്നെ ആ ഹോളിൽ തന്നെ ഇതേ ഒരു കട്ടിലുണ്ട് കേട്ടോ. ഫാമിലി കോട്ടിൻ്റെ ഒരു കട്ടിലുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇതേ ഒരു റൂമുണ്ട്, ആ റൂമിലും ഒരു ഫാമിലി കോട്ടിൻ്റെ കട്ടിലുണ്ട്. പിന്നെ നമുക്ക് ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തെ സൈഡിലൊരു കിച്ചൺ പോലെ സ്ലാബൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കുക്ക് ചെയ്യുകയൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ വന്നവരും അങ്ങനെ കുക്ക് ചെയ്യേണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഗ്യാസൊന്നുമില്ല കേട്ടോ. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അവർ അറേഞ്ച് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തേക്കണത്. പിന്നെ ഒരു ബാത്റൂം, അതിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്, റൂം നല്ല ക്ലീനാണ്, നീറ്റാണ് കേട്ടോ. നല്ല സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി പോണത് ആദ്യം കോക്കേഴ്സ് വാക്ക് അവിടെയാണ് കേട്ടോ പോണത്. പിന്നെ ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ്, അങ്ങനെ. അപ്പോൾ ഉണ്ണി ഇപ്പോൾ ഇച്ചിരി കലിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം
കുറച്ച് സമയം വൈകിട്ടുണ്ട്. നമ്മളിവിടെ ഒരു അരമണിക്കൂർ കൂടുതൽ നമ്മളിവിടെ നമുക്ക് നിൽക്കേണ്ടി വന്നു. കാരണം ഇവിടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് ഉണങ്ങിയിട്ട് വേണം അവർ നമ്മളെ കയറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയതാണ് കോക്കേഴ്സ് വാക്ക് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഇതിപ്പോൾ നമ്മൾ മറ്റേ സിനിമയിൽ കണ്ടില്ലേ, എന്താണ് മഞ്ഞുമൽ ബോയ്സിൽ ഫോട്ടോ എടുക്കുന്ന സ്ഥലം അവർ നിന്നിട്ട്, അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ അങ്ങനെ ഇത്ര ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടയിൽ നമുക്കിങ്ങനെ നടക്കാം കേട്ടോ കുറേ. അതിന് ശേഷം പിന്നെ പോയത് റോസ് ഗാർഡനാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. റോസാ ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്ത് അവർ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് പൂക്കളുണ്ടായിരിക്കണം. എന്ത് വലിയ പൂക്കളാണെന്നറിയാമോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏതൊക്കെ കളറ് വേണം, കൊതിയാവും നമുക്ക് കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ റോസ, ഏത് തരം റോസകളാണെന്നറിയാമോ. എന്ത് കളറുകളാണ്, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു 11:30 കഴിഞ്ഞായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ കേട്ടോ. അതെ, ആ കോക്കേഴ്സ് വാക്കിൽ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഭയങ്കര വെയിലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ആ വെയിൽ കൊണ്ടിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. റോസാ ചെടികൾ നിൽക്കുന്നുണ്ട്, നല്ല റെഡ് കളറ്, സൂപ്പറായിട്ടുണ്ടല്ലേ, നല്ലതേ പീച്ച് കളറാണ് കേട്ടോ അത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ചെടികൾ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ ഡാലിയ, വെന്തിപ്പൂവ്, അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അവിടെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറിയുടെ വിത്തുണ്ട്, ചെടികളുടെ വിത്തുണ്ട്. റോസ തൈ കൊടുക്കണം ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ഡാലിയ അങ്ങനത്തെ പോലത്തെ ചെടികളൊക്കെ ഇല്ലേ, അതിൻ്റെ വെന്തി, അതിൻ്റെ എല്ലാം വിത്തുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. പിന്നെ ഇനി അപ്പോൾ ലേക്ക് പോകാമെന്ന് വെച്ചപ്പോൾ ലേക്കിൽ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞും ഗുണ കേവ് ഒക്കെ പോയി വന്നിട്ട് നാളെ നമുക്ക് ലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ആണ് കേട്ടോ നിൽക്കണത്. കാരണം അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 വേ ആണ്. അപ്പോൾ ഗുണ കേവ് അങ്ങനെ പോയിട്ട് നമ്മൾ ചുറ്റി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ പോകാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ പൂക്കളൊക്കെ. അപ്പോഴത്തേക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലെ 8 മണിയായപ്പോൾ കഴിച്ചതാണ്. ഏകദേശം 11:30 കഴിഞ്ഞു. അപ്പോൾ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് കഴിക്കാൻ നല്ല ഹോട്ടലുകളൊന്നും ഇല്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് തൽക്കാലം ഇവിടെ നിന്ന് കാപ്പി കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കാപ്പി വേറെ ആർക്കും വേണ്ട. പിന്നെയുള്ളത് പിന്നെ കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോൺ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഇറങ്ങണേക്കാൾ മുമ്പുള്ള സൈഡിലെ കുറച്ച് പൂക്കളാണ് ഇതൊക്കെ ഡാലിയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഈ ഫോട്ടോയിലും ഈ വീഡിയോസിലും എനിക്ക് തോന്നുന്നു അത്രയും ഭംഗി കിട്ടിയിട്ടില്ല. നമ്മളവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 30 വർഷം, എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കൊടൈക്കനാലിൽ പോയ ഓർമ്മ എനിക്ക്. ഞങ്ങളൊരു വേളാങ്കണ്ണി, മധുര, പഴനി, കൊടൈക്കനാൽ അങ്ങനെ ഒരു 5 ദിവസത്തെ ടൂറ് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് പോയത്. അമ്മച്ചിയൊക്കെ കൂടെ പോയത്, അമ്മ, ചേച്ചി, ചേട്ടനൊക്കെ കൂടെ പോയത്. പിന്നെ ഞാൻ ഇപ്പോഴാട്ടോ വരണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കോൺ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കോൺ കഴിക്കാൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ എരിവുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എരിവുള്ളതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കുഞ്ഞും ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഞാൻ ഒരെണ്ണം എടുത്തു. അപ്പോൾ ഉണ്ണിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ചേട്ടനൊരു ചായ കുടിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ ഗുണ കേവിലോട്ട്. അപ്പോൾ അതവിടെ കോൺ കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്നെ കുരങ്ങന്മാർ വരണം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തേക്ക് എത്തുന്നുള്ളതായപ്പോഴത്തേക്ക് വേഗം ചാടി കയറി വണ്ടിയിലിരുന്ന് പിന്നെ കഴിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ നിരങ്ങിയാണ് കേട്ടോ ഗുണ കേവ് പോയത്. കാരണം അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരെ ബ്ലോക്കായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഗുണ കേവിൽ ചെന്നത്. ഗുണ കേവ് എത്തണേക്കാൾ മുമ്പ് കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അതിക്ക് മുമ്പ് വേറൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, കാരണം അവിടെ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. പിന്നെ ഇറങ്ങിയത് പൈൻ ഫോറസ്റ്റിലാണ് ഇറങ്ങിയത്. പിന്നെ പില്ലർ റോക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുണ കേവ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൂയിസൈഡ് പോയിൻ്റ് കേട്ടോ. അപ്പോൾ കണ്ട കുരങ്ങന്മാരുണ്ട് നിറയെ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ. കാരണം ഇവർ ഗുണ കേവിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് കൊടൈക്കനാൽ ചൂസ് ചെയ്തത് കേട്ടോ.
അപ്പോൾ എനിക്ക് ഊട്ടിക്ക് പോകാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഇവർക്ക് ഗുണ കേവിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കൊടൈക്കനാലാക്കിയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേളാങ്കണ്ണിയിൽ നിന്ന് കൊടൈക്കനാലാണ് കുറച്ചും കൂടെ എളുപ്പം എന്ന് പറഞ്ഞിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത് കേട്ടോ. പോകുമ്പോൾ കുറച്ചും കൂടെ ഊട്ടിനേക്കാളും കുറച്ചും കൂടെ ഇത് കൊടൈക്കനാലാന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത്. പിന്നെ ആളും പറഞ്ഞു കാണാനുണ്ട്. അപ്പോൾ എന്നാൽ പിള്ളേർക്കിടെ ആഗ്രഹമല്ലേ എന്നാൽ ഗുണ കേവ് കാണാം എന്നും പറഞ്ഞിട്ടാണ് ഗുണ കേവ് കാണാൻ വന്നത്. അപ്പോൾ ഇവൻ്റെ അങ്ങനെ ഇവിടുത്തെ ഇപ്പോൾ പൈൻ ഫോറസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്ററിന് ഗുണ കേവിലേക്ക്. അപ്പോൾ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ ഒരു കുതിരയുണ്ട്. കുതിരയുടെ പുറത്ത് വേണമെങ്കിൽ കയറി സവാരി ചെയ്യാം. അവിടെയൊക്കെ വണ്ടികൾ എടുക്കാണ് കേട്ടോ. നിറയെ കണ്ടില്ലേ, നിറയെ വണ്ടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 1:30 മണി 2 മണി ആവാറായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും നല്ല വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ കോൺ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇനിയും ഗുണ കേവ് അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല സ്നാക്കോ ചായ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആണ് നിൽക്കണത് കേട്ടോ. പിന്നെ നമുക്ക് റൂമിൽ ചെല്ലണം കഴിക്കണമെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് അധികം നേരം നിന്നില്ല, കാരണം തണുത്തിട്ട് പറ്റണില്ല. അതുകൊണ്ട് ഞങ്ങൾ ചാടി കയറി. പിന്നെ ഗുണ കേവിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ട ഗുണ കേവ് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് തിരക്കെന്ന് പറഞ്ഞ പോലെ തിരക്കായിരുന്നു കേട്ടോ. ഇതാണ് ഗുണ കേവ്. പക്ഷെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ, അത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗുണ കേവ് എന്നും പറഞ്ഞിട്ട്. ഈ ആരോ ഇട്ടിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ, ഈ ഒരു ഇതിനകത്തോട്ടാണ് ആരോ കാണുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഉള്ളത് മുകളിൽ നമുക്ക് കയറാം. മുകളിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ട് നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ടൊരു ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഇങ്ങനെ പാറയിൽ ചവിട്ടി കുറച്ചൊരു ഇതെടുത്തിട്ട് വേണം കയറാനായിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ കയറി പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണവരുണ്ട്. അപ്പോൾ ഇറങ്ങണവർ ഇറങ്ങിയിട്ട് വേണം പിന്നെ ഉള്ളവർക്ക് കയറാൻ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ചേട്ടനും ഉണ്ണിയും കുഞ്ഞും കയറി. ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരെ കൈ പിടിച്ച് കയറ്റി കൊണ്ട് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേളിൽ ചെന്ന് നമുക്ക് ആ വ്യൂ കാണാം. പക്ഷേ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇവിടെ. കാരണം സുഭാഷേ കുട്ടേട്ടാ എന്നുള്ള വിളികൾ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അത്രയ്ക്ക് ഒച്ചപ്പാടും ബഹളമാണ്. പിന്നെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ കുരങ്ങൻ വന്നിട്ടാ ഒരു ചേച്ചിയുടെ, എൻ്റെ അടുത്ത് നിന്നൊരു ചേച്ചിയുടെ ബാഗിൽ നിന്ന് കുപ്പി വെള്ളം എടുക്കാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ വേഗം ചാടി ഓടി ഇറങ്ങി. പിന്നെ ഉള്ളതൊക്കെ ഇതുപോലെ ഗ്രില്ലിട്ട് വെച്ചേക്കണം കേട്ടോ. അങ്ങനെ ഇത്രയ്ക്ക് ഇവിടെ കാണാനുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഇത്രയും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് ആ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ മേളിൽ കയറി നിന്ന് കാണാൻ പറ്റണം. അപ്പോൾ ഇവിടെ മഞ്ഞിങ്ങനെ കോട മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് വ്യൂ കാണാൻ പറ്റിയില്ല. നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ കോടയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ആൾക്കാരെ കണ്ടില്ലേ, ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ. നമുക്ക് ഗുണ കേവ് എന്ന് എഴുതിയാണ് അവിടെയൊക്കെ. കണ്ടില്ലേ, ഫോട്ടോ എടുക്കണം. കുഞ്ഞു ഞങ്ങൾ ചാടി കയറി പോകുന്നുണ്ട്. അവരൊക്കെ മേളിൽ കയറിയിട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കയറിയില്ല, ഞാനവിടെ താഴെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തോളൂ. കണ്ട നല്ല തിരക്കാണ്. കാരണം വെക്കേഷൻ ടൈമല്ലേ, നല്ല തിരക്കാണ്. സുഭാഷിനെയും കുട്ടേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഈ വിളി തന്നെ ആര് കേൾക്കാൻ. കണ്ടില്ലേ തിരക്ക്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന അവിടേക്ക് കയറിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് നിന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മൾ 4:30 വരെയുള്ളൂട്ടോ ഇവിടെ എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞ് അടയ്ക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ചായയും സ്നാക്കൊക്കെ കഴിച്ചു. കണ്ടില്ലേ തിരക്ക് കണ്ടോ, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് സൂയിസൈഡ് പോയിൻ്റായിട്ടാണ്. അവിടെയാണ് കേട്ടോ പോണത്. അപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായി തുടങ്ങി. കാരണം ഈ ബ്ലോക്കും ഈ തിരക്കിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മതി, ഇനി നിർത്താം, അത് സൂയിസൈഡ് പോയിൻറ്റും കൂടെ പോയിട്ട് നമുക്ക് റൂമിലോട്ട് പോകാമെന്നും പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ വേറെ ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത്രയാണ് കഴിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും സൂയിസൈഡ് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് അടുത്തായിട്ട് ഈ ഒരു കോഫി ഷോപ്പ്, അതായത് ആ മഞ്ഞുമൽ ബോയ്സ് വന്നിരുന്ന ഫോട്ടോ എടുത്ത ആ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് അവിടുത്തെ വ്യൂ ആണിത്. അപ്പോൾ ഈ കോട നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ അല്ലാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂലുമഴ പോലെ മഴ പെയ്യുണ്ടായിരുന്നു. ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കടയിൽ നിന്ന് വരെ കാപ്പി കുടിച്ചു.
അപ്പോൾ ഉണ്ണിയും കുഞ്ഞും ഓടി ചെന്ന് ചോദിക്കണം കേട്ടോ, ചേട്ടാ മഞ്ഞുമൽ ബോയ്സ് ഇവിടെയുണ്ടോ ചേട്ടാ ഷൂട്ട് ചെയ്ത്, ചേട്ടൻ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ആ ചേട്ടനെ കണ്ട് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നില്ല ആ സിനിമയിൽ എനിക്കും തോന്നിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന് ചോദിക്കണതാണ് ആ ഓരോ കാര്യങ്ങൾ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അവർ ഓരോ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ട് എന്തെന്ന് ഫ്രൂട്ടി വാങ്ങിച്ച് കഴിച്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ തിരക്ക്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.